ഗൗതം അദാനിക്കെതിരെ JPC അന്വേഷണം, അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അമേരിക്കയിൽ പുതിയ വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതെന്നാണ് അദാനിക്കെതിരായ കേസെന്ന് ജയറാം രമേശും പ്രതികരിച്ചു. PR സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, ഗൗതം അദാനിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണം എന്ന് കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുകയാണോ PR സുനിൽ? അരുൺ, തീർച്ചയായും വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഇത് ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അദാനി നരേന്ദ്രമോദി ബന്ധമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോലും അദാനി വിഷയം ശക്തമായി ഉന്നയിച്ചാണ് രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് മണ്ണിലേക്ക് ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന്റെയൊക്കെ അവസാന ദിനത്തിൽ അദാനിയുടെയും മോദിയുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചരണം. അപ്പോൾ അദാനി എന്നത് തീർച്ചയായും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ ഒരു ആയുധമാണ് കേന്ദ്ര സർക്കാരിനെതിരെ. ഏതായാലും ഇപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതി അദാനിക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കുറ്റം ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഹിൻഡൻബർഗിന്റെയൊക്കെ റിപ്പോർട്ട് വന്ന ഒരു പശ്ചാത്തലത്തിൽ. പക്ഷേ ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അന്ന് പാർലമെന്റിലൊക്കെ തന്നെ അത് വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ മറ്റൊരു പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ശീതകാല സമ്മേളനം ഈ മാസം 25-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് വീണ്ടും ഈ അദാനി വിഷയത്തിൽ പുതിയ സാഹചര്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. തീർച്ചയായും അദാനിക്കെതിരെ ജോയിന്റ് പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിലും വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്താൻ സാധ്യതയുണ്ട്. അതായാലും പുതിയ സാഹചര്യത്തിൽ അദാനിക്കെതിരെ ശക്തമായൊരു തെളിവ് പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും ഈ അമേരിക്ക അദാനിക്കെതിരെ കുറ്റം ചുമത്തിയ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ച് വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മോദിയെയും അദാനിയെയും ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈ വിഷയത്തിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് വേണം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലടക്കം അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അന്ന് മോദി സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ന്യൂയോർക്കിൽ ഒരു വഞ്ചനാ കുറ്റം, അഴിമതി കുറ്റം കൂടി ചുമത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തട്ടിപ്പ്, വഞ്ചന, അഴിമതി ഈ 3 കാര്യങ്ങളാണ് ന്യൂയോർക്കിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്. സൗരോർജ്ജ പദ്ധതി അമേരിക്കയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 2100 കോടിയിലധികം, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കൊടുത്തു, കൈക്കൂലി കൊടുത്തു എന്നതാണ് ഗൗതം അദാനിക്കെതിരെയുള്ള ആരോപണം. ഈ അന്വേഷണത്തിലാണ് ഗൗതം അദാനി അടക്കം അദ്ദേഹത്തിൻ്റെ അദാനി എന്റർപ്രൈസസിലെ ജീവനക്കാരടക്കം ഇപ്പോൾ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഈ വിഷയത്തിലാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നർത്ഥം. PR സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.